ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എഗെയിൻ ഒരു ഹോൾ വീഡിയോ ആണ്. പക്ഷെ ഇന്നത്തേത് ഹോൾ എന്ന് പറഞ്ഞാൽ ഒരു ഫാഷൻ റിലേറ്റഡോ അല്ലെങ്കിൽ ഒരു മേക്കപ്പ് അങ്ങനെയുള്ള ഹോളല്ല, ഒരു റാൻഡം ഹോളാണ് കേട്ടോ. ഞാൻ വീട്ടിലേക്ക് യൂസ് ചെയ്യാനും അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള കുറച്ച് എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു ഹോളാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ചാനൽ. അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയറോട് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബോടെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് കാണിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നും അതുപോലെ തന്നെ മീഷോന്നും വാങ്ങിയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പം ഫ്ലിപ്കാർട്ടിൻ്റെ ആണെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, മീഷോൻ്റെ കോഡും കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇഷ്ടമില്ല ആണെങ്കിൽ പർച്ചേസ് ചെയ്യാം. അപ്പോൾ എൻ്റെ അനുഭവം എന്താണെന്ന് ഞാൻ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അല്ലെങ്കിൽ എൻ്റെ ആ ഒരു സാധനം എങ്ങനെയാണ്, എനിക്ക് ഇഷ്ടമായിട്ടുണ്ടോ അല്ലെങ്കിൽ അത് എത്രത്തോളം യൂസ്ഫുൾ ആണ് എന്നുള്ളത് ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ വീഡിയോയിൽ. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമ്മുടെ ഫസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇത് എന്ന് പറഞ്ഞാൽ ഒരു ബ്രഷാണ്, കിഡ്സിൻ്റെ ബ്രഷാണ്. അപ്പോൾ ഇത് ഇപ്പം വന്നതേ ഉള്ളൂ, അധികം ടൈമൊന്നും ആയില്ല. ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടൊന്ന് ഏകദേശം ഒന്ന് നോക്കിയിട്ടുണ്ട്, കാരണം കുറച്ച് എക്സൈറ്റഡ് ആണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലത്തെ ഒരു ബ്രഷ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ സോഫ്റ്റ് സിലിക്കൺ ബ്രഷ് ഫോർ കിഡ്സ് ആണ് കേട്ടോ. ഭയങ്കര ചെറിയ കുട്ടികൾക്ക്, അതായത് ഒരു 1.5 വയസ്സൊക്കെ ആയിട്ടുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, 1 വയസ്സ് 1.5 വയസ്സൊക്കെ ആയിട്ടുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ് ആയിട്ടുള്ള സിലിക്കോൺ ബ്രഷാണ് കേട്ടോ ഇത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറയാം. ഇതിൻ്റെ റേറ്റ് 90 റുപ്പീസ് ആയിരുന്നു ഞാൻ വാങ്ങുമ്പോൾ. ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. അപ്പം 90 റുപ്പീസ് മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് കേട്ടോ പ്രൊഡക്റ്റ് ഉള്ളത്. നമ്മുടെ ബ്രഷാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പം നല്ലൊരു പാക്കിംഗ് ആണ് കേട്ടോ. നല്ല ബ്ലൂ കളർ, നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ കളറാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ബ്രഷ് ഉള്ളത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത് യൂസ് ചെയ്ത്. ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓപ്പൺ ചെയ്തപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതും നല്ല ബബിൾ റാപ്പൊക്കെ ചെയ്തിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബ്രഷ് എന്ന് പറഞ്ഞാൽ. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ബ്രഷ്. ഒരു എന്താ പറയുക, ഒരു ട്രാൻസ്പെറൻറ്റ് ആണ് ബ്രഷ് വരുന്നത്. നമുക്കിങ്ങനെ ഫിംഗറിൽ ഇട്ടിട്ട്, ഒരു ഫിംഗർ ബ്രഷാണ്, ഫിംഗറിൽ ഇട്ടിട്ട് നമ്മൾക്കിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ബ്രിസിൽസ് ആണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആണ്. കാരണം നമ്മളെ കുട്ടികളുടെ പല്ല് എന്ന് പറഞ്ഞാൽ അത്ര സ്ട്രോങ് ആയിരിക്കില്ല, അല്ല അത്ര ഹാർഡായിട്ടുള്ള ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പം ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട് കേട്ടോ, അവർക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ മോണയൊക്കെ വേദനിക്കൂലെയാണ്. അപ്പോൾ ഇത് ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. ഭയങ്കര എന്ന് പറഞ്ഞാൽ അത്ര സോഫ്റ്റാണ് ഈ ഒരു ബ്രഷ് എന്ന് പറഞ്ഞാൽ. പിന്നെ നല്ല രസമുണ്ട്, കാണാനും നല്ല രസമുണ്ട്. ഞാനിങ്ങനെ മറ്റേ ഏതൊരു ഫിലിമിൽ റിംഗ് മാസ്റ്റർ ആണെന്നോ അതിലിങ്ങനെ ദിലീപ് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡോഗിന്. അപ്പോൾ അങ്ങനെ അല്ലാതെ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ, കുട്ടികൾക്ക് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പം നല്ല രസമുണ്ട് കാണാൻ. എന്തായാലും കാണുമ്പം നല്ല അടിപൊളി സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടെ ടങ് ക്ലീനർ കൂടെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടങ് ക്ലീനറായിട്ട് കണ്ടില്ലേ, ഇങ്ങനെ ഡോട്ട് ഇത് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ, നല്ല സോഫ്റ്റാണ്, കാണുമ്പോൾ നല്ല അടിപൊളി തന്നെയാണ്. ഇനിയിപ്പോൾ യൂസ് ചെയ്താൽ എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. അടിപൊളി തന്നെയാണ് കേട്ടോ. 90 റുപ്പീസിന് വേർത്ത് തന്നെയാണ്. പിന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ്, വേറെ എക്സ്ട്രാ കോസ്റ്റ് ഒന്നും വേറെ എക്സ്ട്രാ റേറ്റ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഒരു ഇഷ്ടമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് നമ്മൾക്ക് ഇങ്ങനെ ഒരു കേസ് കൂടെ വരുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ യൂസ് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇതുപോലെ അടച്ചു വെച്ചിട്ട് സൂക്ഷിക്കാം കേട്ടോ. അതാകുമ്പോൾ നമ്മൾക്കിത് മിസ്സാകില്ല. അതുപോലെ ഡസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇതിലാവില്ല. നമ്മുടെ ആവശ്യം കഴിഞ്ഞ് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ സൂക്ഷിക്കുകയും ചെയ്യാം. അപ്പം നല്ല അടിപൊളി സാധനം തന്നെയാണ്. അപ്പം നമ്മുടെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പം ഇതും ഇതുപോലെ തന്നെ വന്നിട്ട് കുറച്ച് ദിവസം ആയിട്ടുണ്ട്. ഞാൻ ഓപ്പണൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ റിസീവറൊക്കെ വെക്കാൻ പറ്റുന്ന സ്റ്റാൻഡ്, അല്ലെങ്കിൽ നമ്മുടെ വൈഫൈൻ്റെ അതൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കോംബോ ആയിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. ഒന്നിൻ്റെ റേറ്റിന് 2 എണ്ണം കിട്ടുന്നത്, അങ്ങനെ കോംബോ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 155 ആണ്. 155 ആയിരുന്നു കേട്ടോ ഞാൻ വാങ്ങിയപ്പോൾ. 155 ഇത് അടിപൊളിയാണ്. ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ വരുന്നത്. അപ്പം ഞാൻ എങ്ങനെയാണെന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. രണ്ടും സെയിം ആണ്, ബ്ലാക്ക് കളറാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ കളർ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, കുറേ മോഡൽസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് ഞാൻ വാങ്ങിയതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടി വിൻ്റെ തൊട്ട് താഴെ ഒരു ടേബിളിലാണ് നമ്മുടെ ഈ റിസീവറും വൈഫൈൻ്റെ അതൊക്കെ വെക്കുന്നത്. അപ്പം ഈ കുട്ടികളിങ്ങനെ എടുത്ത് അത് കളിക്കുമ്പോൾ നമുക്ക് വൈഫൈ ഒക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഇടയ്ക്ക് വൈഫൈ ഒക്കെ കിട്ടൂല കേട്ടോ, കണക്ഷൻ തന്നെ പോകാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ സിമിലറായിട്ടുള്ളതൊന്ന് എൻ്റെ വീട്ടിലോട്ടും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. നല്ല രസമുണ്ട് കാണാൻ.
ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ റിസീവർ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് റിമോട്ട്സ് വെക്കാനുള്ള ഒരു ഇതും കൂടെ അവർ പ്രൊവൈഡ് ചെയ്ത്, ഇതും സെയിം തന്നെയാണ് കേട്ടോ, സെയിം സാധനം തന്നെയാണ്. ഞാൻ അതുകൊണ്ട് ഓപ്പൺ ചെയ്യുന്നില്ല, സെയിം സാധനം തന്നെയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ സ്ക്രൂവും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, 2 സ്ക്രൂവും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അടിപൊളി സാധനം തന്നെയാണ്. എന്തായാലും 155 ഭയങ്കര വേർത്തായിട്ട് തോന്നിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് ആണ് സാധനം കേട്ടോ, കാണുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ആണ് കേട്ടോ, അങ്ങനെ ബെൻഡ് ആവുന്നതോ അങ്ങനെയൊന്നുമല്ല, നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് എന്ന് പറഞ്ഞാൽ ഒരു യൂണിക്കോൺ ബാഗ് സെറ്റാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഇത് ഞാൻ വാങ്ങിയപ്പം 700 ആയിരുന്നു ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ. ഇത് കല്ലൂന് വേണ്ടിയിട്ട് എൻ്റെ അനിയത്തി ബർത്ത്ഡേക്ക് ഓർഡർ ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. ഞാനാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്, എന്നോട് പറഞ്ഞിട്ട് ഓർഡർ ചെയ്ത് കൊടുത്തിട്ടില്ലാണ്. അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സെറ്റായിട്ട് കിട്ടുന്നതാണ്. ബാഗ്, വാട്ടർ ബോട്ടിൽ, അതുപോലെ തന്നെ പൗച്ച് ഉണ്ട്, പെൻസിൽ, ഷാർപ്നർ, ഒരു പെന്ന്, ഇറേസർ, അങ്ങനെയുള്ള ഒരു സെറ്റായിട്ട് കിട്ടുന്നത്. ഒരു ചെറിയ ഡയറി കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയുള്ള സെറ്റായിട്ട് കിട്ടിയതാണ്. ഇത് നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാകും, ഇതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ. അപ്പം ഞാനിങ്ങനെ ഒരുപാട് സൈറ്റ്സിൽ നോക്കി ലാസ്റ്റ് എനിക്ക് ഏറ്റവും റേറ്റ് കുറവിന് നല്ല ക്വാളിറ്റിയിൽ കിട്ടിയത് ഫ്ലിപ്കാർട്ടിലാണ് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത്. ഫ്രണ്ടിൽ നല്ല മെറ്റീരിയലാണ് കേട്ടോ, നല്ല എന്തോ ഒരു മെറ്റീരിയലാണ്. എനിക്കിതിൻ്റെ മെറ്റീരിയൽ ഒന്നും കറക്റ്റായിട്ടറിയില്ല. അതിലൊരു യൂണിക്കോണിൻ്റെ പിക്ചറൊക്കെ ഉണ്ട്. പിങ്കാണ് കളർ വന്നിട്ട്. ബാക്കിൽ ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. ഇതും കാണുമ്പം നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്, നല്ല രസമുണ്ട്. പിന്നെ ഇതൊരു LKG UKG അങ്ങനെയുള്ളവർക്ക് നല്ല അടിപൊളിയായിരിക്കും. പിന്നെ ബുക്സൊക്കെ കൂടുതലുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കല്ലൂനെന്ന് പറഞ്ഞാൽ നമ്മൾ LKG ആണ് കല്ലു, കുറച്ച് ബുക്സേ ഉണ്ടാവുള്ളൂ. പിന്നെ ഈ ലഞ്ച് ബോക്സും സ്നാക്ക് ബോക്സ്, വാട്ടർ ബോട്ടിൽ, ഇതൊക്കെ നമ്മൾ വേറെ ഒരു ടിഫിൻ ബാഗ് ഉണ്ട്, അപ്പോൾ അതിലാണ് നമ്മൾ കൊടുത്തു വിടുന്നത്. അപ്പം ഇതിൽ ഇവർ യൂസ് ചെയ്യുന്നത് ആകെ ബുക്സ് വെക്കാൻ മാത്രമാണ്. അപ്പോൾ എന്തായാലും അടിപൊളിയാണ്, അതിന് അടിപൊളിയാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ പറയുക ചെയ്തത്, ഇപ്പം യൂസ് ചെയ്യാൻ ഞാൻ വിടൂല. ഇനിയിപ്പോൾ UKGയിലാകുമ്പോൾ വേറെ ബാഗ് വാങ്ങേണ്ട ആവശ്യമില്ല. പിന്നെ വരുന്നത് 2 കമ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ, 2 വലിയ കമ്പാർട്ട്മെൻ്റ് ആണ് വരുന്നത്. ചെറുതൊന്നും വരുന്നില്ല, 2 വലിയ കമ്പാർട്ട്മെൻ്റ് ആണ്. ശരിക്കും പറയാനാണെങ്കിൽ അതാണ് കുറച്ചൊരു പ്രശ്നം. കാരണം ഈ ചെറിയ കമ്പാർട്ട്മെൻ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇതുപോലെ തന്നെ പെൻസിൽസൊക്കെ അതിൽ വെക്കാം. അപ്പോൾ വലിയ കമ്പാർട്ട്മെൻറ്റ് തന്നെയാണ് കേട്ടോ, അത്യാവശ്യം നമ്മുടെ ഒരു ബുക്സൊക്കെ കൊള്ളുന്ന കമ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. 2ഉം അടിപൊളി തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു വാട്ടർ ബോട്ടിലിൻ്റെ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പം ഇതിൽ കിട്ടിയ വാട്ടർ ബോട്ടിൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇതൊരു യൂണിക്കോണിൻ്റെ തന്നെ വാട്ടർ ബോട്ടിലാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കളർ വാട്ടർ ബോട്ടിലാണ്. ഇതിങ്ങനെ ഇവിടെ ലോക്ക് ചെയ്യാനും അതുപോലെ തന്നെ അൺലോക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എന്നിട്ട് നമ്മൾക്ക് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്താൽ ഇത് ഓപ്പൺ ആയിട്ട് വരും. ഇങ്ങനെയാണ് കേട്ടോ ഉള്ളിൽ വരുന്നത്. പിന്നെ അല്ലാതെ നമുക്ക് നോർമലായിട്ട് ഇതുപോലെ തന്നെ അഴിച്ചെടുക്കാൻ പറ്റും. ഉള്ളിൽ ഇതുപോലെ ഈ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അടിപൊളി തന്നെയാണ്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ക്വാണ്ടിറ്റി ഇതിൽ കൊള്ളും, വെള്ളം കൊള്ളുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗിയുണ്ട് കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ വന്നിട്ടുള്ളത് ഈ ഒരു പൗച്ചാണ് കേട്ടോ, യൂണിക്കോണിൻ്റെ തന്നെ ഒരു പൗച്ചാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല കളേഴ്സും നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഈ പൗച്ചിൻ്റെ ഉള്ളിലുള്ളത് ഇതുപോലെ തന്നെ ഒരു സെറ്റാണ് കേട്ടോ, പെൻസിൽ, ഇറേസർ, അതുപോലെ തന്നെ ഷാർപ്നറിൻ്റെ ഒരു സെറ്റാണ്. പിന്നെ ഇതിലുള്ളത് ഇതുപോലെയുള്ള പെന്നുകളുണ്ട് കേട്ടോ, ഇതുപോലെയുള്ള പെന്നുണ്ട്. ഈ പെന്നിന് എന്തോ പറയും, എന്താണെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. ഇതുപോലെയുള്ള പെന്നുണ്ട് കേട്ടോ, യൂണിക്കോണിൻ്റെ പെന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലുള്ളത്. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ബാഗൊക്കെയാണ്. നമ്മൾക്ക് ഇതുപോലെ തന്നെ LKG UKG കിഡ്സിനൊക്കെ അടിപൊളിയാണ്. അതുപോലെ തന്നെ നമ്മൾക്കിങ്ങനെ ടൂറൊക്കെ പോകില്ലേ, ചെറിയ ചെറിയ 1 ഡേ ട്രിപ്പൊക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് കൊടുത്തുവിടാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ വലിയ കുട്ടികളായാലും അവർക്കൊക്കെ കൊടുത്തുവിടാൻ അടിപൊളിയാണ്. അപ്പം നമ്മുടെ ലാസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത്. ഇതൊരു ഡാൻസിങ് സിംഗിങ് കാക്ടസ് ആണ്. ഇതും ഇതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. 550 ആയിരുന്നു ഞാൻ വാങ്ങിയപ്പോൾ ഉള്ള റേറ്റ്. ഇതും നേതുവിന് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. അപ്പം കല്ലുവിൻ്റെ ബർത്ത്ഡേക്ക് നേതുവിന് കിട്ടിയ ഗിഫ്റ്റാണിത്. നല്ല രസമുള്ള കാക്ടസ് ആണ്. ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ, ഞാൻ ഓൺലൈനിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ വാങ്ങിയിട്ടില്ല, എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഇതിന് ഇതുപോലെ തന്നെ ഒരു ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ ഇവിടെയാണ് ചാർജിങ്ങിൻ്റെ ഒരു ഇത് വരുന്നത് കേട്ടോ, ചാർജ് ചെയ്യാനുള്ള ആ ഒരു ഇത് വരുന്നത്. അതിൻ്റെ കൂടെ ഇതുപോലെ തന്നെ ഒരു കേബിൾ കൂടെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് ആ ഒരു കേബിൾ ഇതുപോലെ തന്നെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നമ്മുടെ അഡാപ്റ്ററിൽ വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിപ്പോൾ ഓൺ ചെയ്തിട്ടാണുള്ളത്, കണ്ടോ, ഇങ്ങനെയാണ് ഉള്ളത്. ഇതിൻ്റെ വർക്കിംഗ് ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ നമ്മൾക്ക് ഇവിടെ മ്യൂസിക് എന്ന് പറഞ്ഞ ഓപ്ഷൻസും കണ്ടില്ലേ, അങ്ങനെ എന്തൊക്കെയോ ഒരു ഓപ്ഷൻസ് ഉണ്ട്. മ്യൂസിക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്.
അപ്പോൾ അങ്ങനെ കുറച്ച് സോങ്സും അങ്ങനെ റെക്കോർഡൊക്കെ ചെയ്യുന്ന അങ്ങനെയുള്ളൊരു ഡാൻസിങ് കാക്ടസ് ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു റാൻഡം ഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ. പിന്നെ അതിൽ ആ ഒരു കാക്ടസ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടില്ല. കാരണം അത് എന്താ പറയുക, അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല. നേതു ആയാലും അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല. കണ്ട ആ ഒരു ദിവസം ഭയങ്കര ഒരു പുതുമ ഉണ്ടാവില്ല, അത് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് ഇതെന്നൊക്കെ അറിയാൻ. അത് കഴിഞ്ഞിട്ട് അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല. പിന്നെ ഇതുപോലെ തന്നെ ചാർജൊക്കെ ചെയ്യാനൊക്കെ മറന്നു പോകും. അതുകൊണ്ട് അങ്ങനെ അത്ര ഒരു ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നുന്നില്ല കേട്ടോ. കുട്ടികൾക്കായാലും എനിക്ക് അത്ര ഒരു യൂസ്ഫുള്ളായിട്ട് തോന്നുന്നില്ല. ഞാനിതിങ്ങനെ ജസ്റ്റ് ഒന്ന് ടേബിളിൻ്റെ മേലെ ഇങ്ങനെ വെക്കും, അത്രയേ ഉള്ളൂ. ഒരു ഷോ പീസ് പോലെ വെക്കും, അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.